നേരെ വന്നിട്ട് സ്കിഡ് ചെയ്യേണ്ടത് ബാക്ക് ബ്രേക്ക് ടാപ്പ് ചെയ്ത് സ്കിഡ് ആവണം. നിർത്താ പിന്നെ വണ്ടി ഓടിച്ചിട്ട് പോവാ. അപ്പൊ കാല് ഡ്രാഗ് ചെയ്ത് വേണം പോവാൻ. വണ്ടി നിർത്തുന്നു, കാല് ഡ്രാഗ് ചെയ്ത് പോണം. ഈ ഡ്രാഗ് ചെയ്ത് പോണം എന്തിനാന്നൊക്കെ കുറച്ചേരം കഴിയുമ്പോൾ മനസ്സിലാവും. നമ്മളിപ്പോ പ്രാക്ടീസ് ചെയ്യുന്നത് കാല് ഡ്രാഗ് ചെയ്ത് വന്നു, ബ്രേക്ക് പിടിച്ചു, സ്കിഡായി, വണ്ടി എടുത്തിട്ട് പോകണം. ഇതുപോലെയാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. ബ്രോക്ക് മനസ്സിലായില്ലേ? കാലരച്ചോണ്ട് പോകണം. ഓക്കെ, ബ്രേക്ക് പിടിച്ച് കാലരച്ചോണ്ട് പോകണം അല്ലേ? നല്ല പറയായിരിക്കും. ബോയ്സ് ഇടക്കിടക്ക് ചാറ്റ് വായിക്കാം കേട്ടോ. ഞാൻ മൈക്ക് പുറത്തോട്ട് വെച്ചേക്കട്ടെ. നീ കൊച്ചു കേൾക്കുന്നുണ്ടോ? എന്റെ മൈക്ക് മാറ്റണ്ടല്ലോ. ബിൽഡപ്പ് ഒക്കെ കണ്ടു ലാസ്റ്റാ. ഇവന്മാരെന്നെ വീഴ്ത്തിക്കാണ്ട് നോക്കിക്കൊണ്ടിരിക്കുക. നമ്മളിപ്പോ പ്രാക്ടീസ് ചെയ്യുമ്പോ നീ കാലിനുണ്ട്, കൈക്കുണ്ട്, ഷോൾഡറിനുണ്ട്, നട്ടലിനുണ്ട്, ഹെൽമെറ്റ് ഉണ്ട്, ഫുൾ ബോഡി നമ്മൾ കവേർഡാണ്. സ്കിഡ് ചെയ്യാല്ലേ? സ്കിഡ് ചെയ്ത് കാണിക്കാം. സ്കിഡ് കുഴപ്പമില്ല, പിടിച്ചോ. സ്കിഡ് ഇപ്പൊ ചെയ്യാം. സ്കിഡ് സെറ്റ് ആക്കാൻ ആദ്യം ബൈക്ക് ഒന്ന് ഓടിച്ചു നോക്കി. ഈ ഹെൽമെറ്റ് ഒരു ടാസ്ക് മാത്രമേ എന്റെ വലയ്ക്ക് കുഴപ്പമില്ല. ഫ്രണ്ട് ബ്രേക്കില്ലല്ലോ. ഞാൻ പറയാണത് ഇതുവരെ ചെയ്യാത്ത വീൽ ചെയ്യാത്ത ഞാൻ എന്ത് പെട്ടെന്ന് ഞാൻ പഠിക്കുന്നു നോക്കി. 5 ദിവസം സാറിന് ബ്രോ 10 ദിവസം ക്ലാസ് എടുക്കാറുള്ള എൻ്റെ സമയമില്ല. അവിടെ നാട്ടിൽ നിന്ന് വന്ന് നിൽക്കുക. അപ്പോൾ 5 ദിവസം തീരുമാനമാക്കാന്ന് പ്രതീക്ഷിക്കുന്നത്. ഞാൻ കാലുരച്ചോണ്ട് ചെയ്യണമല്ലോ. സ്കിഡൊക്കെ ഞാൻ ഇപ്പം റെഡിയാക്കി തരാം. സ്കിഡുപോലെയായി. എനിക്കാണ് സ്കിഡ് ഷൂ ഇങ്ങനെ ഉരച്ചോണ്ടൊരു ശീലമില്ല, അത്രേ ഉള്ളൂ. എനിക്ക് ഇവിടുന്ന് പിടിക്കാം. ബ്രേക്ക് നല്ല ആഞ്ഞ ഓട്ടണമല്ലോ. ഫസ്റ്റ് തന്നെ അല്ലേ ഫുള്ള്? ഫുള്ള് ഫസ്റ്റ് ഗിയറിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യണു, ബ്രേക്ക് ടാപ്പ് ചെയ്യണു, പ്രാക്ടീസ് ചെയ്യണു, ബ്രേക്ക് ടാപ്പ് ചെയ്യണം. അത് എന്തിനാന്ന് വെച്ചാൽ കുറച്ച് നേരം കഴിയുമ്പോൾ ബ്രോക്ക് മനസ്സിലാവും. നമ്മൾ ഈ ബ്രേക്ക് ടാപ്പ് ചെയ്യാൻ പറഞ്ഞതും കാല് ഡ്രാഗ് ചെയ്ത് പോകാൻ പറയണത് എന്തിനാന്ന് മനസ്സിലാവും. നമ്മൾ വീലി പഠിക്കുമ്പോൾ ഫസ്റ്റ് ഫുഡ് ഡ്രാഗ് വീലിയാണ് പഠിക്കുന്നത്. അപ്പോൾ നമ്മുടെ കാല് എപ്പോഴും സ്ക്രാപ്പ് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, ബാ ഓടിച്ചോ. 2 റൗണ്ട് കൂടി ഓടിച്ചിട്ട് വന്നിട്ട് തുടങ്ങാം. ഇതൊരു തീരുമാനമാകും. ബൈക്ക് എനിക്ക് കുഴപ്പമില്ല, പക്ഷേ വീട് ചെയ്തില്ല. ഓഹോ, ഈ മറ്റേ ഇതിന്റെ മുമ്പിലായിട്ടുള്ള മറ്റേ ഈ ഗാർഡില്ലേ, ഗാർഡെ കാലിയറായിട്ട് തന്നെ മുട്ടുന്നുണ്ട്. അത് വലിപ്പമായിരുന്നു. നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ട് നടക്കാൻ പോകുന്നില്ലെന്ന്. നിങ്ങൾക്കൊന്നുമില്ല, എനിക്ക് മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു അല്ലേ? ബ്രേക്ക് പിടിച്ച് വളയ്ക്കാനാ? ഇന്ന് സ്റ്റണ്ട് മൂവിയ കറങ്ങാനാ? ഓടെ ഇറക്കുന്നു. കേട്ടോ അറിയാൻ പറ്റാത്ത പരിപാടി. ഞാൻ കറക്കാൻ നോക്കുന്നുണ്ട്, പക്ഷെ കുറച്ച് നല്ല ആഞ്ഞ ഔട്ടേണ്ടി വരും തോന്നുന്നു. പോയി നോക്കി സ്പീഡ് നോക്കി. പോവാനോ ഇങ്ങനെ പോവാനോ പാടില്ല. എപ്പോഴും വീല് ചെയ്യണ ടൈമില് കാല് ഇതുപോലെ നിലത്തിരിക്കണം. കണ്ടോ? ആ ഒരു ഇതിൽ തന്നെ ഇരിക്കണം. ഇനി നമുക്ക് അപ്പർ സൈഡിലേക്ക് കാല് മണ്ണിൽ തന്നെ വെക്കണമെന്ന്. വീല് ചെയ്യുമ്പോൾ ലാഗ് ചെയ്യണം. പിന്നെ എല്ലാവരുടെ അടുത്തും പറയാനുള്ളത് റോഡിലൊന്നും ചെയ്യരുത്, ഇത് കണ്ടിട്ട് ഇങ്ങോട്ട് വാ. ഇനി നമ്മൾ പ്രാക്ടീസ് ചെയ്യണത് ബ്രേക്ക് ഫുൾ ടാപ്പ് ചെയ്ത് വെച്ചു. ഫുൾ ബ്രേക്ക് ടാപ്പ് ചെയ്ത് വെച്ചിട്ട് നമ്മളിപ്പോ ഈ ബൈക്കിന്റെ നോർമൽ ആക്സിലേറ്ററിൽ വീൽ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി പൊങ്ങൂല. പവർ ഉണ്ടാവില്ല. കണ്ടോ? പവർ വരാനായിട്ട് നമ്മള് 1 2 3 3യിലാണ് വീൽ ചെയ്യണേ. ഒറ്റ തിരിയിൽ പൊങ്ങില്ല. അപ്പൊ നമ്മൾ നോക്കി 1 2 3. കണ്ടോ ചേട്ടൻ? കണ്ടോ? എല്ലാ വണ്ടികളും ഇങ്ങനെയാണ്. എല്ലാ വണ്ടിക്കും ഓൾമോസ്റ്റ് എല്ലാവരും വീൽ ചെയ്യണത് വരെ ഇങ്ങനെ തന്നെയായിരിക്കും. 1 2 ചെറുത് 3 വലുത്. അപ്പൊ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്ക് ടാപ്പ് ചെയ്ത് വെക്കാം. ഫുൾ ബ്രേക്ക് ടാപ്പ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ ഈ വീലിൽ ഫുൾ വേണ്ടത് ബ്രേക്കിംഗ് ആണ്. ഫുൾ ബ്രേക്ക് ടാപ്പ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ ഈ ക്ലച്ചിനെ റിലീസ് ചെയ്യുന്ന സെയിം ടൈമിൽ 1 2 ഈ 3 കൊടുക്കുന്ന സെയിം ടൈമിൽ ക്ലച്ചിനെ ഫുൾ ആയിട്ട് റിലീസ് ചെയ്യാണ് ഫുൾ ആയിട്ട്. ആ ഒരു ടൈമിൽ നമ്മൾ ചെറിയൊരു പുഷും കൂടി ചെയ്യുമ്പോഴാണ് പ്രോപ്പർ ആയിട്ട് വണ്ടി ഹൈറ്റ് ആവുന്നത്. ചെറുതായിട്ട് 1 2
കണ്ടോ? തിയറി ഒക്കെ മനസ്സിലായിരിക്കും. ആ, അതായത് ബ്രേക്ക് ടാപ്പ് ചെയ്ത് നോക്കുക, ക്ലച്ച് പിടിച്ച് 1 2 3 നമ്മൾ ക്ലച്ച് റിലീസ് ചെയ്യുന്നു, ആ ടൈമിൽ ഹൈറ്റ് ആയി ബ്രേക്ക് ടാപ്പ് ചെയ്യുന്നു. അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക് ടാപ്പ് ചെയ്യണം. അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ വീൽ അടിക്കണതിന്റെ ഹൈറ്റ് മനസ്സിലാക്കാനാണ് നമ്മൾ ഈ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യാൻ പറയുന്നത്. അതായത് ഹൈറ്റ് ആയി ബ്രേക്ക് ടാപ്പ് ചെയ്തു, ഹൈറ്റ് ആയി ബ്രേക്ക് ടാപ്പ് ചെയ്തു. ആ ഒരു ടൈമിൽ നമ്മുടെ ഗ്രാബ് കുത്തി ബാക്കിലേക്ക് വരും. അതിൽ നിന്ന് എങ്ങനെ എസ്കേപ്പ് ഇടാന്നും ഒക്കെ ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ നമ്മുടെ ഇപ്പൊ ബൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് വീലടിച്ച് പോവാണ്. ഇപ്പൊ അർജുൻ ബ്രോ തുടങ്ങി, എനിക്ക് ഉറപ്പുണ്ട് അർജുൻ ബ്രോ എന്തായാലും വീല് ഇപ്പൊ തന്നെ ചെയ്യുന്നു. പ്രാക്ടീസ് ചെയ്യുന്ന ടൈമില് നമ്മുടെ ബൈക്ക് അങ്ങനെ ഓവർ ഹൈറ്റ് ആയി പോയി വിചാരിക്കാം. ആ ഹൈറ്റ് ആയി പോകുമ്പോ നമ്മൾ ഓൾറെഡി നമ്മുടെ കാല് ലെഫ്റ്റ് കാല് നമ്മുടെ നിലത്തുണ്ട്. ഈ കാല് ബ്രേക്കിലെ കാലെടുത്ത് ബാക്കിലേക്ക് വെച്ചാൽ മാത്രം മതി. അതായത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന ടൈമിൽ ഇതേ കണ്ടോ, ഇങ്ങനെ വരാ. ഇങ്ങനെ വന്നതിന് ശേഷം പതുക്കെ നമ്മൾ ലാൻഡ് ചെയ്തിട്ടാൽ മാത്രം മതി. മനസ്സിലായോ? അതായത് അർജുൻ ബ്രോക്ക് ഇതൊക്കെ അർജുൻ ബ്രോ ചെയ്ത് റെഡി ആവും ബ്രോ. വേറെ കുഴപ്പമൊന്നുമില്ല. ഈ ഗ്രാബ് ഓരോ വട്ടം വരെയും തോറും നമ്മുടെ പേടി പോയിക്കൊണ്ടേയിരിക്കും. ഈ ഗ്രാബ് പറയും തോറും, ഇതാണ് ഗ്രാബ് പറയുന്നത്. ഈ ഗ്രാബ് പറയും തോറും നമ്മുടെ ഓരോ വട്ടം പേടി പോയിക്കൊണ്ടേയിരിക്കും. ഇപ്പൊ അർജുൻ ബ്രോക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടല്ലേ? നമുക്ക് പൊളിക്കണ്ടേ? ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീല് ചെയ്ത് പോയി കഴിഞ്ഞ ശേഷം ബ്രേക്ക് ടാപ്പ് ചെയ്തതിന് ശേഷം ആക്സിലേറ്റർ എടുത്ത് പോകാനാണ് സെക്കൻഡ് സ്റ്റെപ്പ്. തേർഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാം ഓരോ സ്റ്റെപ്പ് ആയിട്ടുള്ള പ്രാക്ടീസ് ചെയ്യണം. ഫസ്റ്റ് ഇതാണ് ഹൈറ്റ് ആക്കുന്നു. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ സ്റ്റാർട്ടിങ്ങില് നമ്മൾ എപ്പോഴും ഹൈറ്റ് കുറവായിരിക്കും. ആ ഹൈറ്റിനെ കൂട്ടി കൊണ്ടുവരാനായിട്ടാണ് നമ്മൾ ആ ചെയ്യുന്നത്. അതായത് ഇതാണ് പ്രോപ്പർ വീലടിക്കാനുള്ള ഹൈറ്റ്. കേട്ടോ, ഈ ഹൈറ്റിൽ വേണം നമ്മൾ വീലടിക്കാൻ. അപ്പൊ ആ ഹൈറ്റ് കിട്ടാനാണ് നമ്മൾ ചെയ്യേണ്ടത്. 1 2 3 ക്ലച്ചിനെ ഫുൾ ആയിട്ട് റിലീസ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ പുഷ് ചെയ്യുന്നു. ഈ പുഷ് ചെയ്യുമ്പോൾ ചവിട്ടി വെച്ചാണ് ബ്രേക്കിനെ റിലീസ് ചെയ്തിട്ട് ഹൈറ്റ് ആയതിനു ശേഷം ബ്രേക്ക് ടാപ്പ് ചെയ്യുന്നു. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, അപ്പൊ നമ്മൾ തുടങ്ങിയാലോ? ഞാൻ ആദ്യമായിട്ട് ചെയ്യാൻ പോവുകയാണ് വീല്. 2 സർക്കിൾ ബ്രേക്ക് ഒക്കെ ഓക്കെ ആവണ്ടോ നോക്കാനായിട്ട് ഞാനൊന്ന് ബാക്കിൽ നിൽക്കാം. രണ്ട് സർക്കിൾ തവണ വീൽ ചെയ്യുമ്പോ. ഒരു സെക്കൻഡ് ഞാനൊന്ന് ഹെൽമെറ്റ് നിർത്തിക്കിട്ടാ. ഏകദേശം നാക്കുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഊഹം ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ അല്ലേ? തള്ളു അത് ഇല്ല, ഞാനിപ്പോ എന്താ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടൈമിൽ ബ്രേക്ക് ടാപ്പ് ചെയ്യാനായിട്ട് നമുക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ അർജുൻ ബ്രോക്ക് എങ്ങനെയാന്ന് എനിക്കറിയില്ല. അപ്പൊ പ്രാക്ടീസ് ചെയ്യുന്ന ടൈമിൽ ബ്രേക്ക് തന്നെ വരാം. ഞാനൊന്ന് ബാക്കിൽ നിൽക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടൈമിൽ ക്രാഷ് ആവാതെ ഞാൻ നോക്കാനാണ് ഞാൻ ബാക്കിൽ നിൽക്കുന്നത്. അതായത് ഓവർ ഹൈറ്റ് ആയി കഴിഞ്ഞാൽ വണ്ടീനെ ഒന്ന് ഫ്രണ്ടിലേക്ക് പൊക്കിയിടാനായിട്ട്. ഓക്കെ, അതന്നെ. ഇനി എങ്ങനെയാണ്, ഞാനൊരു സ്റ്റുഡന്റ് ആണെന്ന് വിചാരിച്ചിട്ട് അർജുൻ ബ്രോ എന്നെ പറഞ്ഞു തന്നെ, എനിക്കൊന്ന് പറഞ്ഞു തന്നെ എങ്ങനെയാ ചെയ്യുന്നത്. നമ്മൾ ബ്രേക്ക് ടാപ്പ് ചെയ്ത് നോക്കണം, ക്ലച്ചും പിടിച്ചു വെക്കണം, ഒരു കാല് താഴത്തും. അതുമായിട്ട് നമ്മള് ഒറ്റയടിക്ക് വെറുതെ മൂപ്പിക്കരുത്, പവർ കാണത്തില്ല. നമ്മള് പവർ 1 2 ആ മൂന്നാമത്തേത് ചെറുതായിട്ട് പുഷ് കൊടുക്കുക. തോന്നുന്നുണ്ട്. തിയറി പെട്ടെന്ന് പഠിച്ചോളൂ, കുഴപ്പമില്ല. ഓക്കെ, ഞാൻ പിടിച്ചിട്ടുണ്ട്. പിടിച്ചിട്ടുണ്ടല്ലേ? പക്ഷെ വണ്ടി ഇറങ്ങ, ഞാനൊരു ലൈൻ ഇട്ട് തരാം. ലൈനോ? എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീലി അടിച്ചതിന് ശേഷം അവിടെ പോരുത്, കഴിഞ്ഞു പോരുത്. മനസ്സിലായോ? ഈ ലൈൻ വിട്ട് നമ്മൾ വീലി അടിച്ച് പോരുത്. അതായത് ഹൈറ്റ് ആവുന്നു, മനസ്സിലായില്ലേ? ഈ ലൈൻ വിട്ട് വീലി അടിച്ച് പോരുത്. ഹൈറ്റ് ആയി കഴിഞ്ഞാൽ ഫ്രണ്ട് ടയർ ഒരിക്കലും അത് കഴിഞ്ഞ് പൊങ്ങി പോരുത്. ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഇപ്പൊ ആ ലൈനും കണ്ടില്ലേ? ആ ലൈൻ കഴിഞ്ഞ ഒരിക്കലും ഇങ്ങനെ പോകരുത്. മനസ്സിലായോ? അവിടെ വരെ ഇതിക്ക് മുമ്പ് നമ്മുടെ ബൈക്കിൽ ലാൻഡ് ആവണം. ആ ലൈനിന് മുമ്പ് ബൈക്കിൽ ലാൻഡ് ആവണം. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാ കണ്ടോ? ഇപ്പൊ ആ ലൈൻ എവിടെയാ നോക്കൂ. മനസ്സിലായോ? പിന്നെ നമ്മൾ ബ്രേക്ക് ചെയ്യണതിന്റെ കുറച്ചുകൂടി മൂപ്പിക്കണം. അടിക്കാൻ അങ്ങോട്ട് ബാക്കിലേക്ക് പോരട്ടെ വണ്ടി, പോന്നോട്ടേന്നല്ലേ?
come on. This time. ഇപ്രാവശ്യം ഫുള്ള് മൂപ്പിക്കും ഞാൻ. 1 2 3. ഓക്കെ, 1 2 3. അടിപൊളി. പക്ഷെ ബ്രേക്ക് ടാപ്പ് ചെയ്തില്ല. കാല് വിട്ട് കിടന്ന്. ആ, മനസ്സിലായില്ലേ? ഇതെന്താണ് ബ്രേക്കിന്റെ കാല് പോകുന്നില്ല കൂടുതൽ പോകുമ്പോ. എന്നിട്ട് അവിടെ ഞാനത് പൊക്കിയതാ, പക്ഷെ കാല് ഒറ്റയടിക്ക് തന്നിപ്പോയി. ഇപ്പോൾ ബ്രേക്ക് ടാപ്പ് ചെയ്യുക, ലാൻഡ് ചെയ്യുക, നേരെ വണ്ടി പിടിക്കുക, അല്ലെങ്കിൽ ടിൽറ്റ് ആവും. പോയപ്പം ഞാൻ ഇപ്രാവശ്യം ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ പോവുകയാണ്. ഫസ്റ്റ് ഗൈഡ് ഇന്ന് തന്നെ സെക്കൻഡിലോട്ട് സ്റ്റാർട്ട് ആവുന്നു. ഹൈറ്റ് കുറവല്ലായിരുന്നു. ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ നമ്മൾ നിൽക്കുന്നു നിന്ന്. ഹൈറ്റ് കുറവല്ലായിരുന്നു. ഹൈറ്റ് നല്ല കുറവായിരുന്നു. അത് എനിക്ക് കാണാറുണ്ട്, ഞാൻ പൊങ്ങിയ പോലും ഇല്ല. ഓക്കെ, കമ്മിറ്റ്മെന്റ്. ഹൈറ്റ് കുറവായിരുന്നു. യെസ്, ബ്രേക്ക് എടുത്തപ്പോൾ ഉള്ള പഠിച്ച ഫുള്ളും പോയി തോന്നുന്നു. ബ്രേക്ക് എടുത്തപ്പോൾ എല്ലാം പോയി. ഓക്കെ, ഡോണ്ട് വറി. അടിപൊളി. ഇപ്പൊ ഹൈറ്റ് ആയതാണ്ട നോക്കിയേ, നമ്മുടെ ലൈനിന്റെ പകുതി വരെ എടുത്തോളൂ നമുക്ക്. യെസ് ബോയ്സ്, ആ ലൈൻ എത്തുന്നതിന് മുമ്പ് ഇത് വീലി എടുത്തിട്ട് പൊക്കിയിട്ട് സ്റ്റോപ്പ് ചെയ്യണം. അവിടെ വരെ പോകരുത്. വീലി ചെയ്തതിന് അത്രയും ദൂരം ട്രാവൽ ചെയ്യേണ്ടതാണ് നമ്മൾ ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ എത്ര പെട്ടെന്ന് പൊക്കത്തോട്ട് എല്ലാം അറിയാവുന്ന കണക്ക് പറയാം. നമ്മൾ ചിലപ്പോൾ ഞാൻ ചെയ്യും. അപ്പോൾ നമ്മൾ ഇവിടെ വെച്ച് തന്നെ ഒറ്റയടിക്ക് പൊക്കണം. ഓക്കെ, അടിപൊളി. ഇനി ഹൈറ്റ്. 1 2 1 2. അടിപൊളി. ഓക്കെ, എനിക്ക് എന്തൊക്കെ സെറ്റായി വരുന്നുണ്ട്. ഇപ്രാവശ്യം പിന്നെ ഹൈറ്റ് നല്ല ഹൈറ്റ് ആകണോട്ടാ. 1 2. അടിപൊളി ഹൈറ്റ് ആയിരുന്നു കേട്ടോ. ആ ഹൈറ്റ് അടിപൊളിയായിരുന്നു. ആ ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യും. വണ്ടി നേരക്ക് വെച്ചേ. ആ ഹൈറ്റ് തന്നെടാ. അടിപൊളി. അത് തന്നെ. ഇപ്രാവശ്യം ഒന്നുകൂടി റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും നോക്കട്ടെ. 1 ഹൈറ്റ് കണ്ട ഒരു ഫീൽ കിട്ടിയില്ലേ? ഹൈറ്റ് ആയതിന്റെ ആ ഒരു ഫീലില് വേണം നമ്മൾ വീൽ ചെയ്യാൻ. പഠിച്ച പോലെ തന്നെ അടിക്കാം. ഓക്കെ ബോയ്സ്, എന്തൊക്കെ ഫീലായി വരുന്നല്ലേ? അവന്മാരെ കണ്ടിരിക്കുന്നവന്മാർക്ക് ഡൗട്ടാണ്. ഞാൻ കാണിച്ചു കൊടുക്കട്ടെ. ഇങ്ങനെ തീരുമാനമാക്കി വീലി പഠിക്കണം നടന്ന് 5 ദിവസം തീരുമാനമാക്കുന്നു. 5 days challenge. Okay, 5 days. This is the first day. First day. Okay. ബ്രേക്ക് ഹൈറ്റും കുറഞ്ഞു, ബ്രേക്കും ഉണ്ടായില്ല. കൊള്ളാം, കുഴപ്പമില്ല. ഇപ്രാവശ്യം നോക്കട്ടെ. 1 2 1 2. ബ്രേക്ക് വന്നില്ലല്ലോ. ബ്രേക്ക് ചോട്ടില്ല. ഹൈറ്റിലാണ് തന്നെ താന്നത്. Come on boys, I can do it. It's easy. ബ്രേക്ക്. അപ്പൊ ഹൈറ്റ് ആയിരുന്നു നന്നായിട്ട്. ബ്രേക്ക് ചെയ്തില്ല. ഇപ്രാവശ്യം ഹൈറ്റും ആവും ബ്രേക്കും ആവും. ബ്രേക്ക്. അടിപൊളി. ബോയ്സ്, എനിക്ക് സെറ്റ് ആയിരുന്നു. ഇത് ചെയ്ത് നോക്കും. ഇത് നടക്കും. ഇത് പെർഫെക്റ്റ് ആയിരിക്കും. ഇത് പെർഫെക്റ്റ് ആയിരിക്കും. 1 1. ആക്സിലേറ്റർ കുറച്ച് കൊടുത്തോണ്ടാണ് ആ ബൈക്ക് അത്ര സ്ലോവില് പൊങ്ങിയത്. ഇപ്രാവശ്യം ഉറപ്പായിരിക്കും കേട്ടല്ലേ? ഉറപ്പാണ്. ഇപ്രാവശ്യം ഉറപ്പായിട്ട് നമുക്കിരിക്കും. ഓടി വരുന്നു. 1 ഛേ
കുറച്ചുകൂടി ആക്സിലേറ്റർ കൊടുക്കുക എനിക്ക്. ഇത്തിരി കൂടി കൊടുക്കുക. എന്തിനാ പേടിച്ചോണ്ടിരിക്കണേ? നമ്മുടെ വണ്ടി ഇപ്പൊ ബാക്കിലേക്കൊക്കെ വന്നതല്ലേ. അടിക്കാൻ അങ്ങോട്ട്. അടിപൊളി അടിപൊളി. ഇപ്പൊ അടിച്ച പോലെ ഹൈറ്റ് ആവണം. ഇപ്പൊ അടിച്ച ഹൈറ്റ് വേണ്ട, ആ ഹൈറ്റ് എപ്പോഴും വരണം. അതേ നല്ലതായിട്ട് ആക്സിലേറ്റർ കൊടുത്ത്. 1 2 ഓ പിടിച്ചു പിടിച്ചു കേട്ടാ. വണ്ടി ലാൻഡായി നിക്കണ കേട്ടാ. ലാൻഡിൽ നോക്കി ലാൻഡിൽ നോക്കി. ഓയ്യോ കൊടുക്കത്ത ഹൈറ്റ്. ആ കുഴപ്പമില്ലല്ലേ, ആ ഹൈറ്റ് ഉണ്ടായിരുന്നു. നല്ല ഹൈറ്റ് ഉണ്ടായിരുന്നു. പെട്രോൾ വരുന്നുണ്ട് എവിടെന്നെങ്കിലും. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാലേ ഓവർ ഹൈറ്റ് ആകുമ്പോ കാർബറേറ്ററിൽ ഇരിക്കണ ഓവർഫ്ലോന്റെ പെട്രോൾ താഴത്തേക്ക് പോകുന്നതാ. കുഴപ്പമില്ല. എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളായിരുന്നല്ലേ? എനിക്കും തോന്നി. ഹൈറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഹൈറ്റ് ഫീൽ ചെയ്യുന്നുണ്ട് ഞാൻ. പക്ഷെ അത് ഒടുക്കത്തെ ഹൈറ്റാ. അത് ഒടുക്കത്തെ ഹൈറ്റാ. പക്ഷെ ഈ ന്യൂട്രൽ വിളിക്കാൻ കുറച്ച് പാട് പിടിഞ്ഞു. സെക്കൻഡ് ഇട്ട് അപ്പോൾ ഇന്ന് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ക്ലിയർ ചെയ്തിരിക്കും. ഏകദേശമൊക്കെ ഒരു നാക്ക് കിട്ടി വരുന്നത് എനിക്ക്. വീല് കുറച്ചൊരു ഹൈറ്റിൽ പൊക്കണമെന്നുണ്ടായിരുന്നു. ഏകദേശം ഇപ്പോൾ പെർഫെക്റ്റ് ഹൈറ്റിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. കൂടുതൽ ചരിച്ച് പിടിച്ച് പൊക്കി കഴിഞ്ഞാൽ വണ്ടി ചരിഞ്ഞു. ഫുൾ ആക്സിലേറ്റർ കൊടുക്കണം. ഞാൻ നേരത്തെ കുറവ് കൊടുത്തോണ്ടിരുന്നത്, ഇപ്പോൾ കുറച്ചൊരു കൂടുതൽ കൊടുക്കുന്നുണ്ട്. 1 2 ബ്രേക്ക്. കാലം അവിടെ നിന്ന് പോയില്ല, പക്ഷെ ചവിട്ടാൻ പറ്റില്ല എനിക്ക് ബ്രേക്ക്. സെറ്റ് ആവും. കുറച്ചുകൂടി ആക്സിലേറ്റർ കൊടുക്കാം എനിക്ക്. റെഡി ആവും. കുറച്ചുകൂടി കൊടുക്കാം. ഞാൻ ആക്സിലേറ്റർ കൊടുക്കുന്നത് നല്ലതായിട്ട്. 1 1 2 അത് ഹൈറ്റ് ആയിരുന്നു. നല്ല ഫ്ലോയില് പുഷിങ് ഒക്കെ ആയിരുന്നു. പക്ഷെ നമ്മൾ ബ്രേക്ക് ടാപ്പ് ചെയ്തില്ല. മനസ്സിലായില്ലേ? നമ്മൾ ബ്രേക്ക് ടാപ്പ് ചെയ്തില്ല. ഞാൻ ബ്രേക്കിലെ അല്ലായിരുന്നു. ഞാൻ ഇവിടെ നിന്നൊക്കെ മാറിപ്പോയി. ബ്രേക്കിലെ പൊസിഷൻ പോയി. ഞാൻ പൊസിഷൻ തന്നെ പോയി. വണ്ടി ഒറ്റയടിക്ക് ചാടിയപ്പോ ഞാൻ നീങ്ങിപ്പോ പറഞ്ഞിട്ട്. കമോൺ ബ്രേക്ക്. അങ്ങനെ വരരുതിട്ട് നമ്മൾ ഒരിക്കലും. ഇപ്പൊ പോയാലും ഒരിക്കലും വരരുത്. അതൊക്കെ റോങ്ങാ. നമ്മൾ ചെയ്യുമ്പോ ബാക്കിൽ നിന്ന് അങ്ങനെ പോകരുത്. ആ ഒരു ടൈമിൽ ഒന്ന് ബ്രേക്ക് ടാപ്പ് ചെയ്താ, ഞാൻ ഗ്രാബ് കുറച്ച് വരെ കാണിച്ചു തന്നില്ലേ, 90 ആയാൽ പോലും വണ്ടി ഫ്രണ്ടിലേക്ക് വരും. അടിക്ക്. ബ്രേക്ക് 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 ബ്രേക്ക്. വോയിസ് ബ്രേക്കേ പിടിക്കണം കേട്ടോ. ബ്രേക്ക് തെന്നി പോകുന്നതിന്റെ കാര്യം. Come on. I need to go the second. Step 2. Step 2. ബ്രേക്ക്. അടിപൊളി. കൊന്നാണ്ട. ഇപ്പൊ ബാക്കിലേക്ക് വരണ്ടല്ലേ? ബാക്കിലേക്ക് വരണ്ടല്ലേ? അത് ശരിക്കും ബാക്കിലോട്ട് വരണ്ടായിരുന്നു. അത്രേ ഉള്ളൂ. അത് ശരി. ഞാൻ യഥാർത്ഥത്തിൽ പൊങ്ങി ഫുള്ളും പോയതാ. ടാപ്പ് ചെയ്തു. ഞാൻ ബ്രേക്ക് ടാപ്പ് ചെയ്തപ്പോ തന്നെ. കമോൺ. ബ്രേക്ക് ചവിട്ടി കഴിഞ്ഞാൽ വണ്ടി മുമ്പിലോട്ട് പോകും കേട്ടോ. ബ്രേക്ക്. അടിപൊളി. ഇത്രയൊക്കെ ആയി വന്നു. ഞാൻ രണ്ടോട് ചെയ്ത് തീർന്നല്ലേ. കുറച്ച് കയറ്റി എടുത്തു. ഓക്കെ. എന്നെ കാലൊന്ന് വിട്ടുപോയി. 1 2 1. കുറച്ച് ഹൈറ്റ് കുറവായിരുന്നില്ലേ? നല്ല കുറവായിരുന്നു. ബ്രേക്ക്. തെരഞ്ഞ പൊങ്ങിയ വണ്ടി. അവിടെ അടുത്ത് നടി. കമോൺ. ഹൈറ്റില്ല. അടിപൊളി. കുറച്ചുകൂടി പൊങ്ങാം. അടിപൊളി. ചലഞ്ച് തരാൻ ടൈം ആയിട്ടാ. കുറച്ചുകൂടി ഫ്ലോയില്. ഹൈറ്റ് കുറവായിരുന്നില്ലേ? അതെ. 2 ആയി കഴിഞ്ഞാൽ മൂന്നാമത്തെ പോകുമല്ലോ. കമോൺ. 2 ആയി കഴിഞ്ഞാൽ മൂന്നാ.
ആ നല്ല ഹൈറ്റ് ആയിരുന്നു. ആ ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക, ആ ഹൈറ്റ്. ബ്രോ അയ്യവാ, അടിപൊളി 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 അടിപൊളി. ഈ ഒരു ഫ്ലോയിൽ തന്നെ അടിക്കട്ട. ഇപ്പൊ അടിച്ചണ്ട എന്ത് കൂളായിട്ടാ ഫീൽ ചെയ്തേ. ആ ഓക്കെ ഓക്കെ ഓക്കെ, നമുക്കേ ചലഞ്ച് ചെയ്യാൻ ടൈമായി. ഇപ്പൊ ചെയ്യുന്നുണ്ട് നന്നായിട്ട്. ഓഫ് ചെയ്യണ്ട. നമ്മളിപ്പോ ഞാനൊരു ചലഞ്ച് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. ഞാനിപ്പോ ബ്രോ ഇപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് പക്കയായോ എന്ന് നോക്കാനായിട്ട് ചുമ്മാ ഒരു ടെസ്റ്റ് ഇടുക, അത്രേ ഉള്ളൂ. കുറച്ച് ബ്രേക്കില് നമ്മുടെ വണ്ടീനെ എങ്ങനെ എടുത്തു പോകാന്നാണ് പഠിക്കണേ. അതായത് നമുക്കിപ്പോ ഹൈറ്റ് മനസ്സിലായില്ലേ, ഏത് ഹൈറ്റിലാണ് വണ്ടി ഇങ്ങനെ നിക്കണേന്ന് മനസ്സിലായില്ലേ. അതായത് ഇപ്പൊ വീലി അടിച്ചു, ഇപ്പൊ വീലി അടിച്ചിട്ട് നോക്ക്, ഇതാണ് വീലിയുടെ പൊസിഷൻ. ഈ ഒരു പൊസിഷനില് ഇതാണ് പ്രോപ്പർ ഹൈറ്റ്, വീലി അടിക്കേണ്ട ഹൈറ്റ്. മനസ്സിലായ? ഈ ഹൈറ്റിലാണ് നമുക്ക് കൊടുത്തു പോകാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മുടെ ബോഡി വെയിറ്റ് ബാക്കിലേക്ക് വരുന്തോറും വണ്ടി ഇങ്ങനെ നിൽക്കുന്നേ കണ്ട നമ്മുടെ ബാലൻസും കൂടി ബാക്കിലേക്ക് കൊടുക്കുന്നവർ വണ്ടി ഇങ്ങനെ നിൽക്കും. അപ്പൊ ഈ ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടാണ് നമ്മൾ ഇനി പഠിക്കേണ്ടത്. ഈ ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് 1 2 3 പാം 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 ഇങ്ങനെ വീൽ ചെയ്ത് പോകാനാണ് നമ്മൾ ഇനി പഠിക്കണേ. ഈ ഒരു ടൈമിൽ നമ്മുടെ വണ്ടി എപ്പോഴും വളഞ്ഞു. വീൽ അടിക്കുന്ന ടൈമിൽ സ്റ്റാർട്ടിങ് സ്റ്റേജ് എല്ലാവരും വണ്ടി വളയും. ആ വളവ് നേരെയാക്കാനാണ് തേർഡ് സ്റ്റെപ്പ്. മനസ്സിലായ? ഇപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഈ ഹൈറ്റ് എത്തിക്കണം വണ്ടി. നമ്മുടെ പൊസിഷൻ ഒരിക്കലും നമ്മൾ ഇങ്ങനെ കയറി വരരുത്. നമ്മൾ എപ്പോഴും ഈ ഒരു പൊസിഷൻ നമ്മൾ എങ്ങനെയാണോ കസേരയിൽ ഇരിക്കുന്നത് അതുപോലെ ഒരിക്കലും നമ്മൾ ഇങ്ങനെ വരാനോ പാടില്ല. നമ്മുടെ എപ്പോഴും ഞാൻ വീലടിക്കുമ്പോ കണ്ടല്ലേ പൊസിഷൻ, ആ ഒരു പൊസിഷൻ. അപ്പൊ നമ്മൾ ഇപ്പൊ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ആക്കുന്നു. 1 2 3 1 1 1 1. കണ്ട എന്റെ പൊസിഷൻ കണ്ട ഈ ഒരു പൊസിഷനില് ഇത് ചെയ്യാൻ നോക്കാം. ഹൈറ്റ് ആക്കുന്നു. ഇപ്പൊ നമ്മളിപ്പോ ടാപ്പ് ചെയ്ത് പിടിക്കാണ്. എന്നിട്ട് ഈ പ്ലേ ഇല്ലേ, ഈ പ്ലേയിൽ കാല് വെച്ചിട്ട് ആവശ്യത്തിന് മാത്രം ടാപ്പ് ചെയ്യും. അതായത് ഇതിപ്പോ പ്ലേ ആണ്, ഈ പ്ലേയുടെ അറ്റം വരെ കാല് വെക്കും. ഈ അറ്റം വരെ കാല് വെക്കും. എന്നിട്ട് ഇവിടെ ലൂസ് ആക്കിയിട്ട് ഇങ്ങനെ ടാപ്പ് ചെയ്യും. അല്ലാതെ നമ്മൾ ഇങ്ങനെ ടാപ്പ് ചെയ്യില്ല. മനസ്സിലായോ? അപ്പൊ നമ്മൾ ഹൈറ്റ് ആക്കുന്നു. ഹൈറ്റ് ആക്കിയതിന് ശേഷം നമ്മൾ ഇപ്പൊ ചെയ്യേണ്ട കാര്യം, നമുക്കിപ്പൊ അത്രയും പോവാൻ പറ്റില്ല. നമുക്കിപ്പൊ ചെയ്യേണ്ടത് ഹൈറ്റ് ആക്കി അപ്പൊ ഇങ്ങനെ ബാക്കിലേക്കൊക്കെ വരും ഇന്നത്തെ സ്റ്റേജിൽ. മനസ്സിലായോ? ഈ ഒരു സ്റ്റേജിലൊക്കെ ബാക്കിലേക്ക് വരും. അപ്പൊ നമ്മൾ ആദ്യമൊക്കെ വണ്ടീനെ പൊക്കിയെടുക്കണം. ഇപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഹൈറ്റ് ആക്കുന്നു, കാല് നന്നായിട്ട് ഉരയ്ക്കണം, ബ്രേക്ക് ടാപ്പ് ചെയ്തിടണം. ലാസ്റ്റത്തെ ബ്രേക്ക് ടാപ്പ് ചെയ്തിടണം. ഇങ്ങനെ പോയി ഹൈറ്റ് ആക്കുന്നു, 1 2 ബ്രേക്ക് ടാപ്പ് ചെയ്തിടണം. മനസ്സിലായോ? അവസാനത്തെ വീലി ഒരിക്കലും വെറുതെ വീഴരുത്. ഹൈറ്റ് ആക്കിയിട്ട് ബ്രേക്ക് ടാപ്പ് ചെയ്യണം. മനസ്സിലായോ? ഹൈറ്റ് ആക്കുന്നു, ബ്രേക്ക് ടാപ്പ് ചെയ്യുന്നു. മനസ്സിലായോ? ഈ ബ്രേക്കിന്റെ ഉപയോഗം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓവർ ഹൈറ്റ് ആവാറില്ലേ വണ്ടി, അതായത് ഓവർ ഹൈറ്റ് ആവുന്ന ടൈമില് നമുക്ക് ബാക്കിലേക്ക് പോവാതിരിക്കാനാണ് ബ്രേക്ക് ടാപ്പ് ചെയ്യുന്നത്. ഇതാണ് ഈ ബ്രേക്കിന്റെ ഏക ഉപയോഗം. മനസ്സിലായില്ലേ? അതായത് ഓവർ ഹൈറ്റ് ആവുമ്പോൾ ബ്രേക്ക് ടാപ്പ് ചെയ്യണം. ഇപ്പൊ നമ്മുടെ വണ്ടി 90 ഉരഞ്ഞാൽ പോലും ഈ വണ്ടി ബ്രേക്ക് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ടിലേക്ക് വരും. അത് നമുക്ക് മനസ്സിലായില്ലേ? പിന്നെ നമ്മളിപ്പോ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈറ്റ് ആക്കുന്നു, പം 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 ബ്രേക്ക്. മനസ്സിലായോ? അതായത് ഇപ്പൊ ഇത്ര നേരം നമ്മൾ ഹൈറ്റ് ആക്കിയിട്ട് ബ്രേക്ക് അടിച്ചിട്ടാണ് ചെയ്തത്. ആ ഇടലിനിടാതെ ആ ബ്രേക്കിൽ നിന്ന് എങ്ങനെ വണ്ടി എടുത്തു പോവാന്നാണ് പഠിക്കണേ. അതായത് ബ്രേക്കിംഗ് കുറയ്ക്കണം. ഓവർ ഹൈറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ബ്രേക്ക് ചെയ്ത് കണ്ട ഹൈറ്റ് ആക്കി പതുക്കെ ബ്രേക്ക് ടാപ്പ് ചെയ്ത് 1 2 3 ഈ 3 ത്രോട്ടാണ് നമ്മൾ ഈ സ്റ്റേജിൽ വേണ്ടത്. അതായത് ഇത് ഇത്രയും നമുക്ക് ആവശ്യമുള്ളൂ. 1 2 3 ബ്രേക്ക്. മനസ്സിലായോ? ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ളൂ. പക്ഷെ ഈ ഒരു ടൈമിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇനിയിപ്പോ വരാൻ പോണ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത്ര നേരം ഹൈറ്റ് ആക്കിയതിനു ശേഷം ക്ലച്ച് പിടിച്ചു. ഇനി വീലിൽ ക്ലച്ച് എന്ന് പറഞ്ഞ സാധനം ഇല്ല. വീലിൽ ക്ലച്ച് എന്ന് പറഞ്ഞ സാധനം ഞാൻ പിടിക്കല്ല. മനസ്സിലായോ? ഇപ്പൊ എനിക്ക് അവിടെ വരെ വന്നെന്നുണ്ടെങ്കിൽ പോലും ഞാൻ ക്ലച്ച് പിടിക്കല്ല. മനസ്സിലായോ? ഈ ക്ലച്ച് എന്ന് പറഞ്ഞ സാധനത്തിന് ഞാൻ ലാൻഡ് ചെയ്യുമ്പോൾ മാത്രമേ പിടിക്കുന്നുള്ളൂ. ഇനി നമുക്ക് വേണ്ടത് അതാണ്. ഹൈറ്റ് ആക്കുന്നു, പ്രോപ്പർ ഹൈറ്റ് ആക്കിയതിന് ശേഷം കാലെപ്പോഴും ഡ്രാഗ് ചെയ്ത് പോകണം. അതായത് ഇതുപോലെ പോണം. കണ്ടാ?
ഇതുപോലെ ലാൻഡ് ആവണം. ഹൈറ്റ് ആക്കുന്നു. 1 2 1 1 ബ്രേക്ക് കിട്ടും. അതിന്റെ ഒരു ടെക്നിക്ക് കിട്ടാനേ നമ്മൾ ഇത്തിരി കുഴപ്പിക്കും. ആ ടെക്നിക്ക് കിട്ടിക്കഴിഞ്ഞാൽ സിമ്പിളാ. കണ്ടാ ആക്സിലേറ്റർ കൊടുക്കാൻ പറ്റിയില്ലേ? അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈറ്റ് കുറവായിരുന്നു. ഇനി ഹൈറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സാധനം വണ്ടി എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിപ്പോ നമ്മുടെ ബൈക്കാന്ന് വിചാരിക്കാം. ഇത് ബൈക്ക് ഹൈറ്റ്, സ്ലോമ ഹൈറ്റ്, സ്ലോമ ഹൈറ്റ്, അങ്ങനെ വരും. ഒരു പ്രാവശ്യം മൂപ്പിച്ചു കേട്ടോ. ഒരു പ്രാവശ്യം മൂപ്പിച്ചു. എൻ്റെ തലക്കകത്ത് ഇപ്പോൾ കുറേ ഓടുന്നുണ്ട്. എന്തെങ്കിലും ഒരെണ്ണം എടുത്ത് വർക്കൗട്ട് ചെയ്ത് ആയി. കമോൺ ബോയ്, I can do it. ഞാൻ പൊക്ക്. ആഹാ, അത് തന്നെ ചേട്ടന് പെട്ടെന്ന് കിട്ടിയില്ല സാധനം ആക്സിലേറ്റർ കൊടുക്കാനുള്ളത്. ഇനിയിപ്പോ എന്താണെന്നറിയോ, നമ്മൾ ഒരിക്കലും വണ്ടി ഇങ്ങനെ വലിക്കരുത്. പാം പാം, നമുക്ക് ഒരു റിയാക്ഷൻ ഇല്ല, കൈയൊക്കെ ഫ്രീയാ. പാം പാം, ആകെ മൂവ്മെന്റ് ഉള്ളത് ഇത് മാത്രമേ ഉള്ളൂ. പാം പാം പാം, അതായത് ആക്സിലേറ്റർ കൊടുക്കാനുള്ള സൗണ്ട്. പാം പാം. I can do it. ആക്സിഡന്റ് പോകാൻ പഠിച്ചില്ലേ? ആക്സിഡന്റ് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും പെട്ടെന്ന് ഈ സാധനം കിട്ടിയവരില്ല കേട്ടോ. സ്റ്റെപ്പ് 2 സാധാരണ എല്ലാവരും ഇല്ലേ സ്റ്റെപ്പ് 2 കുഴപ്പിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ ആക്കി കളയും. സ്റ്റെപ്പ് 2 ഇത് അടിപൊളിയായിട്ട് ചെയ്തല്ലോ. 3 ത്രോട്ട് അടിച്ചു. കമോൺ ഇത്തിരി ഹൈറ്റ് തന്നെ. കമോൺ. എന്താണ്, ഞാൻ പണ്ട് തൊട്ട് സ്റ്റണ്ട് മാസ്റ്റർ ആയിരുന്നു. പറയാൻ ഞാൻ താല്പര്യപ്പെടുള്ളൂ, പക്ഷെ ആഗ്രഹിക്കുന്നു. കീ ഇല്ലല്ലേ? ഇതിന് കീ ഒന്നും ഇല്ല കേട്ടാ. രാത്രി ഒന്നും ഇല്ല പറഞ്ഞ വെറുതെ നെക്കിയ സ്റ്റാർട്ടാണ് വീട്ടില്. കീ വരെ തൂക്കിയിട്ടിരിക്കുക. രാത്രി ഒന്ന് വണ്ടി എടുത്തുണ്ടോ? കീ ഒന്നും ഇല്ല അവിടെ, മുമ്പേ ഒന്നും ഇല്ല. ഫുള്ളൊക്കെ സിസ്റ്റമാ. അതെന്താ അർജുൻ ബ്രോയ്ക്ക് മനസ്സിലായില്ലേ ഹൈറ്റ് ഇല്ലാന്ന്? ഹൈറ്റ് ഇല്ല. ഹൈറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ വണ്ടി ആക്സിലേറ്റർ കൊടുക്കുമ്പോ ബാക്കിലേക്ക് വരുള്ളൂ. മനസ്സിലായോ? ഇത് ഒരിക്കലും ഫ്രണ്ടിലേക്ക് വരില്ല. കമോൺ. അത്രക്ക് മുമ്പിലോട്ട് പോകത്തില്ല. അതാ മുമ്പിലേക്ക് പോണേനല്ല, അർജുൻ ബ്രോ അടിക്കണേനില്ലേ കറക്റ്റ് പറയാണെന്നുണ്ടെങ്കിൽ ഹൈറ്റ് നോക്കി. അല്ല ഹൈറ്റ് കുറവ്, ആ ഹൈറ്റ് കുറവായതുകൊണ്ട് വണ്ടി ഇങ്ങനെ ലാൻഡ് ആവുന്നതോറും താഴത്തേക്ക് പോവുള്ളൂ. മനസ്സിലായ? ഹൈറ്റ് ആക്കി ഇങ്ങനെ നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി എപ്പോഴും വീലി ആക്സിലേറ്റർ കൊടുക്കുന്നതോറും ബാക്കിലേക്കേ വരുള്ളൂ. ഇതിപ്പോ നമ്മുടെ ഫ്രണ്ടിലേക്ക് തന്നെയല്ലേ വരണേ. കമോൺ. ഓഡിയൻസ് വന്നിരിക്കുകയാണ്, ഞാൻ എന്തെങ്കിലും ചെയ്ത് കൂട്ടട്ടെ. കമോൺ. കുറച്ചൊരു പൊക്കം. നീ ഇപ്പൊ അത്രക്ക് പേടി വരുന്നില്ല. സ്റ്റെപ്പ് 2 ഇല്ലേ നമ്മൾ ഇത്തിരി കുഴപ്പിക്കുന്നുണ്ടെങ്കിലും സ്റ്റെപ്പ് 2 സിമ്പിൾ ആണ്. ഇനി ഈ ഫസ്റ്റ് സ്റ്റെപ്പാണ് നമുക്ക് പാടുള്ളൂ ഹൈറ്റ് ആക്കാൻ, ബ്രേക്ക് പിടിക്കാൻ. അവിടെയാണ് ക്രാഷ് ഉള്ളൂ. ഇനിയൊത്ത സ്റ്റേജിൽ നമ്മൾ ക്രാഷ് ആവില്ല. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനി സിമ്പിൾ ആയിട്ട് ചെയ്ത് പോകാൻ പറ്റുന്ന സാധനങ്ങളാണ്. അതായത് ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ പഠിച്ചു എങ്ങനെ ക്രാഷ് ചെയ്യുന്ന എസ്കേപ്പ് ആവാം, ശരിക്കും പഠിച്ചു. ഇപ്പൊ സ്റ്റെപ്പ് 2 അവിടെ വെച്ച് ഗ്രാബ് പറഞ്ഞാലും വലിച്ചാണ്ടിടും, കൂളായിട്ട് ലാൻഡ് ചെയ്യും. അത്രേ ഉള്ളൂ. കമോൺ. നോക്കിയേ, നമ്മള് എങ്ങനെയും 3 ത്രോട്ട് കൊടുക്കണം എന്ന് വിചാരിച്ചടിക്കരുത്. അത് പ്രോപ്പറായിട്ട് ഹൈറ്റ് ആയതിനു ശേഷം ഒരു ഇൻഡിട്ടാ ഞാനില്ലേ പൊക്കത്തോട്ട് എത്തുമ്പോൾ തന്നെ വെറുതെ ചെയ്തു പോവുക. പ്രോപ്പർ ഹൈറ്റ് എത്തിയതിന് ശേഷം കുറച്ചുകൂടി പൊക്കി ഇട്ട് ചെയ്താൽ സെറ്റാണ്. അയ്യോ, ഞാൻ ഫുൾ നോക്കിക്കോട്ടാ. ഓക്കെ അല്ലേ? അപ്പോൾ ഇന്ന് നമ്മളിത് സെക്കൻഡ് കയറണം. പിന്നെ ഇപ്പൊ നമ്മൾ അവിടെ വരെ അടിക്കണില്ലേ? അല്ല, അതിനിട്ട് വരെ നമ്മൾ വീലി അടിക്കണ്ട് ഇപ്പോ. പക്ഷെ അതിന് ഇപ്പൊ ബ്രോ പോണ എങ്ങനെയാന്ന് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെയാണ് പോണേ. ഹൈറ്റ് ഉണ്ടോ? ഇല്ല, ഹൈറ്റ് ഇല്ലല്ലോ. ചില വീലി നമ്മൾ ഇതുപോലെ പോണുണ്ട്, ചില വീലി ഇതേ കണ്ടോ? ഈ പോണ വണ്ടീനെ ബാലൻസ് ചെയ്ത് നിൽക്കണം എന്നുണ്ടെങ്കിൽ
പ്രോപ്പർ ഹൈറ്റ് ആയിരിക്കണം. ഇത് കണ്ടോ, ഈ ഹൈറ്റ് ആയാലാണ് നമുക്ക് വണ്ടീനെ പ്രോപ്പർ ഹൈറ്റ് ആക്കാൻ പറ്റുള്ളൂ. മനസ്സിലായോ? അപ്പൊ നമ്മൾ ഇപ്പൊ ചെയ്യേണ്ട കാര്യം ഞാൻ ഒന്നുകൂടി ബാലൻസ് പ്രോപ്പർ ആയിട്ട് കിട്ടും. നമ്മുടെ ഈ കാലില് നിലത്തിരിക്കുന്ന കാല്, ഈ കാലിന് നല്ല സപ്പോർട്ടിങ് ആ നമുക്ക് വണ്ടീനെ. അതായത് ഇപ്പൊ ഈ വണ്ടീനെ എങ്ങോട്ട് വേണമെങ്കിൽ തിരിക്കാൻ ഈ ഒരു കാലിലാണ് വിചാരിക്കുന്നത്. അതായത് ഇപ്പൊ ഞാൻ വീലി പോയിട്ട് ഇതേ കണ്ടോ സർക്കിള് കണ്ടോ, എങ്ങടേക്ക് വേണമെങ്കിലും എനിക്ക് ഈ ഒരു കാലിലാണ്, ഈ കാലിനിങ്ങനെ നിർത്തി കഴിഞ്ഞാൽ കണ്ടോ കറങ്ങണ. നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം കാല് നന്നായിട്ട് ഡ്രാഗ് ചെയ്ത് പോകാൻ നോക്കാം. വീല് ചെയ്യുമ്പോ ഹൈറ്റ് ആക്കുന്നു, 1 2 1 ബ്രേക്ക്. മനസ്സിലായോ? ഓക്കെ. നമുക്ക് എത്ര ത്രോട്ട് കുറേം കൊടുക്കാൻ പറ്റുമോ, അതായത് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എനിക്ക് അവിടം വരെ പോകാനായിട്ട് ഒരു 3 ത്രോട്ട് മതി നോക്കിയതേ കണ്ടോ, 3 ത്രോട്ടിൽ ഞാൻ ഇവിടെ എത്തി. 3 ത്രോട്ടിൽ ഞാൻ ഇവിടെ എത്തി. ഇനിയിപ്പോ എനിക്ക് എത്ര ത്രോട്ട് കൂടുതൽ എടുക്കാൻ പറ്റുമോ അത്രയും ബാലൻസിങ് ആണ് വീലി. അതായത് 1 2 3 4 5 6 7 8 9 10 കണ്ടോ? മനസ്സിലായി. 10 ത്രോട്ട് എടുത്തു ഞാൻ ഇവിടെ എത്താൻ. എത്ര ത്രോട്ട് കൂടുതൽ എടുക്കണോ അത്രയും ബാലൻസിങ് ആ. അതിനും കുറവ് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്രയും ബാലൻസിങ് ആ. അപ്പൊ നമ്മൾ പറയണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈറ്റ് ആക്കുന്നു 1 2 3 1 2 കണ്ടോ, അത്രയും സ്ലോവില് പോവാൻ നോക്കാം. ഈ സ്ലോവില് പോകുമ്പോ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ സ്ലോവില് പോവാണ്, സ്പീഡിൽ പോയി വണ്ടി ക്രാഷ് ആയാൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നമുക്ക് ആ ബാക്കിലേക്ക് ഇറങ്ങാനുള്ളേ എസ്കേപ്പ് ഇടുന്നത് അത് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിയതേ ഇത്ര സ്ലോവില് പോവാണ് നോക്കി, ഞാനിങ്ങനെ ഇരുന്നാ പോലും എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റും. ദേ കണ്ടോ, കൂളായിട്ട് ഞാൻ ലാൻഡ് ചെയ്യാം. മനസ്സിലായോ? പക്ഷെ ആ സ്പീഡിലാണെങ്കിൽ ആലോചിച്ച് നോക്കി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതാണ് ഞാൻ എപ്പോഴും പറഞ്ഞ സ്ലോവില് വീല്. ബാ, നേരത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് പറയണേക്കാൾ ഇത്തിരി മനസ്സിലായില്ലേ? സെക്കൻഡ് സ്റ്റെപ്പ് മനസ്സിലായി എനിക്ക്. ആ ബ്രേക്ക് തുടക്കത്തിൽ ആക്സിലേറ്റർ കുറവാ, എനിക്ക് കുറച്ചുകൂടി പൊങ്ങിയ ഒരു ഫീല് കിട്ടും. പൊങ്ങുന്നില്ല, ഞാൻ ആക്സിലേറ്റർ കുറവ് എടുക്കുന്നുണ്ട്. കമോൺ കുറച്ചുകൂടി ഹൈറ്റ് ആവട്ടെ. ഞാൻ കുറച്ചുകൂടി നല്ലതായിട്ട് ആക്സിലേറ്റർ കൊടുക്കും. ആക്സിലേറ്റർ കുറവ് കൊടുത്തിട്ട് ഞാൻ തന്നെ ബാക്കിൽ നിന്ന് അറിയത്തില്ല. മതി, ഞാൻ ഉണ്ടാകണ്ട, ഞാൻ ചെയ്യാൻ കമ്മിറ്റ്മെന്റ്. doesn't matter even if I fall, doesn't matter boys, I'm gonna do it. അടിപൊളി ഹൈറ്റ് ആയിരുന്നു അത്. ആ ഹൈറ്റിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കിയേ, അടിപൊളി ഹൈറ്റ് ആയിരുന്നു. നോക്കിയേ, ഹൈറ്റ് ആയി കഴിയുമ്പോ ബ്രേക്ക് പ്ലേയിൽ കാല് വെക്കുക, ആ പ്ലേയിൽ പതുക്കെ ടാപ്പ് ചെയ്ത് കൊടുക്കാം. അനക്ക കമോൺ ബോയ്സ്, ഇനി ഞാൻ കമ്മിറ്റ്മെന്റ് ആയി, ഫുൾ കമ്മിറ്റ്മെന്റ്. കുഴപ്പമില്ല, ഇതിനാലും കുഴപ്പമില്ല, ഞാൻ ഇതൊന്നും നോക്കുന്നില്ല. I'm gonna progress way faster than anyone, man. I don't give a damn. Boys, focus, okay. Focus. അങ്കമാലി ASI ആട്ടെ പോയേ. ഇപ്പൊ ബൈക്കിൽ ബുള്ളറ്റ് പോയത് ആര്? അങ്കമാലി ASI ആണ്. ASI പോയി. എന്റെ സ്കിൽ സെറ്റ് അത്രയ്ക്ക് കൊള്ളാത്തോണ്ടല്ല, നിന്ന് കണ്ടേനെ. സീനില്ലേ? ആ സാർ എപ്പോഴും പോകുമ്പോ പാസ്സായി പോകുമ്പോ കാണണ്ട കേട്ടല്ലേ? ഹൈറ്റ് ആവട്ടെ, ഹൈറ്റ് കൊടുക്ക്. എന്ത് കൊടുക്കുക? അക്സലേറ്റർ കൊടുക്ക്, ഫുള്ളും കൊടുക്കണേ. ഓ, നല്ല ഹൈറ്റ് ആയിരുന്നു കേട്ടോ വണ്ടി. ഞാനിപ്പോ പുറകിലോട്ട് പോകുന്നില്ല. സാധാരണ എല്ലാവരുടെയും വീലി ഫസ്റ്റ് സെക്കൻഡ് സ്റ്റെപ്പ് ബാക്കിലേക്ക് ഇങ്ങനെ വീണുകൊണ്ടേയിരിക്കും. ബ്രോന്റെ എന്താ ബാക്കിലേക്ക് വീഴാത്തെന്ന് ഞാൻ ആലോചിക്കണേ. ഇത് പൊങ്ങിയില്ല. കമോൺ ഫുള്ള് കമ്മിറ്റ് ചെയ്തതാണ്. വണ്ടി എന്റെ കയ്യിൽ തന്നെ പോയി. ഇനി ഒരു കമ്മിറ്റ്മെന്റിനുള്ള തൃപ്തിയില്ല. ഇന്നൊടുക്കത്തെ കുറെ കമ്മിറ്റ്മെന്റ് ആയി. ഫൈനൽ ഫോർ ദ സ്ട്രീം. ഓക്കെ,
ക്ലച്ച് പിടിച്ചെന്നേ ഞാൻ ഇങ്ങനിട്ട് എന്താ നടക്കൂടാ? പിന്നല്ല. എന്റെ മസിൽ പിടിച്ചാണെന്ന് തോന്നുന്നു. കമോൺ ഇതുപോലെ ഓരോടി ഒരെണ്ണം കൂടി. ഹൈറ്റ് ഇല്ലല്ലോ. നല്ല ഒരെണ്ണം നേരക്ക് 2 ത്രോട്ട് അടിച്ചാൽ മതി, 3 വേണ്ട. ഇതാണ്ട് മറ്റേ ഒളിമ്പ്യൻ ആന്തോണിക്കകത്ത് ജഗതിര സൗണ്ട് എഫക്ട്സ് അങ്ങനെ കൊണ്ട് ഞാൻ പിടിച്ചടിച്ച്. കമോനാ. ഓക്കെ, നിർത്തിക്കോ. ഓ താങ്ക് ഗോഡ്. ഇനി ടയേർഡായി. ഇന്നത്തേക്ക് എനിക്ക് പറ്റാൻ തോന്നില്ല. അയ്യോ അയ്യോ അയ്യോ.